ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലേ, നല്ല അടിപൊളി അടമാങ്ങയാണ്. കണ്ടില്ലേ, കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നല്ല അടിപൊളി സാധനമാണ്, നമുക്ക് ഈ വേനൽ ഉപയോഗിക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അപ്പം ഞാൻ മാങ്ങ ഒരു 4 കിലോളം ഉണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഇതുപോലെ ഈ കനത്തിൽ വേണം അരിയാൻ, കാരണം ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതങ്ങ് ചുരുണ്ട് കൂടുമല്ലോ. പിന്നെ ഇതിന് ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്ന ഉപ്പ് മാത്രമേ ഉള്ളൂ, ഉപ്പും മാങ്ങയും അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, ഉപ്പിട്ടിട്ട് നന്നായിട്ട് മാങ്ങ ഇളക്കുക, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു 4-5 ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ. ഓക്കെ, ഈ മാങ്ങയിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ഉപ്പിടുകയാണ്. നിങ്ങളുടെ ഉപ്പ് അനുസരിച്ചിട്ട് ഇതിടുക. അതെല്ലായിടത്തും ഞാനിങ്ങനെ കൈ കൊണ്ടാണ് വിതരണം കേട്ടോ. ഓക്കെ, ഇതുപോലെ വിതറുക. ഈ വലിപ്പത്തിൽ തന്നെ മാങ്ങ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇത് വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് ഉണങ്ങുമല്ലോ, അതിൻ്റെ ജലാംശമൊക്കെ പോയി ഇതങ്ങ് ഉണങ്ങുമല്ലോ. ഇതിങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് വെയിലത്തേക്ക് വെക്കണം. എല്ലായിടത്തും ഉപ്പ് പറ്റിക്കണം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കിയാൽ മതി, വിതറിയാണല്ലോ ഇട്ടത്, പിന്നെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അടമാങ്ങ ഒക്കെ ഞാൻ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ആവശ്യക്കാരാണ് അതിന്, കാരണം വലിയ മെനക്കേട് ഇല്ലെങ്കിലും നമ്മളിത് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒന്നും അറിയില്ല. ഞാൻ എപ്പോഴും അറിഞ്ഞു, ഞാനിവിടെ അമ്മയുടെ നിന്ന് പഠിച്ചത്, ഹസ്ബൻഡ് അമ്മയുടെ നിന്നാണ് പഠിച്ചത് കേട്ടോ. വേണ്ടില്ലേ, ഞാനത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഇത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി എന്ന് പറയുന്നത് 1 കപ്പ് മുളക് പൊടി ചേർത്തു, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ, സോറി. പിന്നെ ഉലുവാപ്പൊടി 1 ടീസ്പൂൺ. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി അത് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ്: 1 കപ്പ് മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 4 ടേബിൾ സ്പൂൺ കായപ്പൊടി. എന്നിട്ടിത് വീണ്ടും ഇളക്കി വെക്കുക. ഒരു ദിവസം നമ്മൾ ഉപ്പിട്ട് വെയിലത്ത് വെച്ചു, പിറ്റേ ദിവസമാണ് നമ്മളിതെല്ലാം ഇട്ടിട്ട് ഇളക്കി മുളക് പൊടി ഇട്ട് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെയിൽ കൊള്ളിക്കാൻ പോവാണ് ഇതിനെ. ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉലുവാപ്പൊടി അധികം ആവാൻ പാടില്ല കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഇത് കഴിക്കും. എനിക്കറിയാമല്ലോ. കായപ്പൊടി 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കണ്ടില്ല, ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ 4 ദിവസത്തെ വെയിൽ കൊള്ളിച്ചു, അപ്പോൾ ഈ രൂപത്തിൽ എനിക്ക് കിട്ടി. ഇനി ഇതിൽ ചേർക്കേണ്ടത് നല്ലെണ്ണയാണ്. ഇനി നമുക്കിത് വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, 4-5 ദിവസം വെക്കുക. ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം ഈ വെയിലത്ത് ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട് 100 ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കി വെക്കുക. കണ്ടില്ലേ, ഇനി അതൊരു 10-25 ദിവസം കഴിയുമ്പോൾ, 1 മാസമാണ് എടുക്കുന്നത്, ഒരു 25 ദിവസം to 30 days ആ സമയമാകുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഈ നല്ലെണ്ണയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇപ്പം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് ഡ്രൈ ആവുമല്ലോ, അപ്പോൾ അത് സോഫ്റ്റ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ നല്ലെണ്ണ നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് വെറും 100 ml ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അതൊരു ഭരണിയിലോ മറ്റോ അടച്ചു വയ്ക്കുക. അതിനുശേഷം 25 to 30 days ശേഷം മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ അടമാങ്ങ റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ
25 ദിവസമായതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇതിന്റെ പരിപാടി തുടങ്ങി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം അടിപൊളി അടമാങ്ങയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, നല്ലെണ്ണ, പിന്നെ മാങ്ങ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.